ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി അതേ കോഴിക്കോട്ടോ കേരളത്തിലോ മത്സരിച്ചു നോക്കട്ടെ. മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളുടെ കൈകളിൽ ഹലുവ തന്ന അതേ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ദയനീയമായി പരാജയപ്പെടുത്തുന്ന ജനങ്ങൾ കൂടിയാണ് കോഴിക്കോട്ടെയും കേരളത്തിലെയും ജനങ്ങൾ. നിങ്ങൾ മിഠായി തെരുവിലൂടെ നടന്നപ്പോൾ മിഠായി തെരുവിലും മാനാഞ്ചേരിയുടെ ഭാഗത്തും താഴോട്ട് നിങ്ങളൊന്ന് നന്നായി നോക്കിയിട്ടുണ്ടാകണം എന്ന് ഞാൻ കരുതുന്നു. എത്ര ടാർ ചെയ്താലും ആ റോഡുകളിൽ ചില ചോരക്കറകൾ മായില്ല. ആ ചോരക്കറകൾ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആ ചോരക്കറകൾ നിങ്ങൾ എങ്ങനെ അവിടെ റോഡുകളിൽ വന്നു എന്ന് പരിശോധിച്ചാൽ, എത്ര ടാർ ചെയ്താലും മായാത്ത ചോരക്കറ എങ്ങനെ വന്നു എന്ന് പരിശോധിച്ചാൽ, പാവപ്പെട്ടവരുടെ മക്കൾക്കും പഠിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണത്തിനെതിരെ പോരാട്ടം നടത്തിയ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ചോരക്കരയാണ്. ആ സംഘടനയുടെ പേര് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ SFI എന്നാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ആ മിഠായി തെരുവ് തന്നെ ഒരു കാലത്ത്, അധികം കാലം മുമ്പല്ല, തീ പിടിച്ച് വലിയ തീപിടുത്തമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കേരളത്തിന്റെ ചാൻസലർ നടന്നുപോയ തെരുവുകളിലെ കടകൾ തീ പിടിച്ച് തീ പടർന്നിരുന്നു. അവിടുത്തെ തൊഴിലാളികൾ, അവിടുത്തെ വ്യാപാരികൾ, അവിടുത്തെ എല്ലാവരും കൂടി ആ തീയണക്കാൻ ഫയർഫോഴ്സിനെ സഹായിച്ചു. അതിന്റെ തൊട്ടടുത്തുള്ള കലാലയങ്ങളിലെയും മറ്റിടങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒരു സംഘടനയുടെ ബാനറിൽ അവിടെ വന്നു. ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. മിസ്റ്റർ ഗവർണർ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ മനസ്സിലാക്കണം, മിഠായി തെരുവ് ആളിക്കത്തുന്നതിനെതിരെ അവിടുത്തെ തൊഴിലാളികൾക്കൊപ്പം, വ്യാപാരികൾക്കൊപ്പം, ജനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടനയുടെ പേര് SFI എന്നാണെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ തിരിച്ചറിയണം. അങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ ആ സംഘടനയെ ആക്ഷേപിക്കാൻ നോക്കിയാലും ആ സംഘടനയുടേതായ ചരിത്രമുണ്ട്. ഒരിക്കലും നമുക്ക് മറക്കാനാകില്ല. ഇവിടെ നിന്നും അധികം ദൂരമല്ലല്ലോ ഒരു നാടിന്റെ ഭാവിയായ വിദ്യാർത്ഥിയായ അജയപ്രസാദിന്റെ നാട്. അജയപ്രസാദ് എങ്ങനെ രക്തസാക്ഷിയായി എന്ന് ഞാൻ ഈ പ്രദേശത്തുള്ളവരോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ മറ്റൊരു കലാലയത്തിലും കാണാത്തൊരു പ്രത്യേകത കേരളത്തിലെ കലാലയങ്ങളിൽ ഉണ്ടെന്ന് പലരും പറയാറുണ്ട്. കാരണം വലിയ നിലയിലുള്ള റാഗിംഗ് കേരളത്തിലില്ല. കുട്ടികൾ പുതിയ ഒരു കലാലയത്തിൽ ചേർന്നാൽ ഭീകരമായി പീഡിപ്പിച്ച് ചിലരെ കൊലപ്പെടുത്തുന്നു. PA മുഹമ്മദ് റിയാസ് അദ്ദേഹം ഗവർണർക്കെതിരെ SFIക്കെതിരായ ഗവർണർ വിമർശനം ചൂണ്ടിക്കാട്ടി തന്നെ ഗവർണർക്ക് മറുപടി നൽകുകയാണ് മന്ത്രി ഷഹദ് റഹ്മാൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഹദ്, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് എപ്പോഴാണ് ഗവർണർ യാത്ര തിരിച്ചത്? എപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തും? ഷഹദ്, ഉന്മേഷ്, രാത്രിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ജീവനക്കാരോട് സംസാരിച്ച ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫുമായി സംസാരിച്ചപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം, കണക്ഷൻ ഫ്ലൈറ്റിനാണ് അദ്ദേഹം പോകുന്നത്. നിലവിൽ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ നിന്നും മറ്റൊരു ഫ്ലൈറ്റ് വഴിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അതുകൊണ്ട് ഇത്തരത്തിൽ കണക്ഷൻ ഫ്ലൈറ്റിലായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേരുക. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് വഴിയിലുടനീളം ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ കരിപ്പൂർ പ്രതിഷേധമൊക്കെ വഴിയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും വഴിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കും അദ്ദേഹത്തിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അല്പസമയം മുൻപ്, അതായത് ഗവർണർ ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം SFI പ്രവർത്തകർ പ്രതിഷേധം അതിശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ആർഷോ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് ഇന്നോ നാളെയോ അവസാനിക്കുന്ന സമരമല്ല. ഗവർണർ എപ്പോഴൊക്കെ ഈ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്നും പുറത്തിറങ്ങുന്നു ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാവും, അല്ലാതെയുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. കൂടാതെ ഒരു തരത്തിലും ഒരു സർവകലാശാലകളിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു കാര്യവും ഇന്ന് ആർഷോ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സുരക്ഷ അദ്ദേഹത്തിന്റെ വഴിയിലുടനീളം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല, അതായത് സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി സമരങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് എന്ന് വേണം പറയാൻ. പല ഘട്ടങ്ങളിൽ ഗവർണർ SFIയെ പ്രകോപിപ്പിക്കും വിധം പ്രസ്താവനകൾ ഇറക്കി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴൊക്കെ റാസ്കൽ, അതുപോലെ തന്നെ ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ് എന്നതടക്കമുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് പറഞ്ഞു. എന്തായാലും ശരി ഷഹദ്, ഏതായാലും അല്പസമയം മുൻപ് ഗവർണർ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് ആണത്. ബംഗളൂരുവിലെത്തി അടുത്ത ഫ്ലൈറ്റിലായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരികെ.
24 അഞ്ചിന്റെ വജ്രത്തിളക്കം.